കാലിക്കറ്റ് സർവകലാശാലയിലെ ലേഡീസ് ഹോസ്റ്റലിൽ സുരക്ഷയില്ലെന്നും കായിക വിഭാഗം വിദ്യാർത്ഥികൾ ഉപദ്രവിക്കുന്നുവെന്നും കാണിച്ച് 600 വിദ്യാർത്ഥിനികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അയച്ച പരാതിയാണിത്. ഹോസ്റ്റലിലേക്കുള്ള വഴികളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യമാണെന്നും പരാതിയിലുണ്ട്. ഹോസ്റ്റലിലേക്കുള്ള വയോക്കിലും പുറത്തേക്കുള്ള റൂട്ട്സൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ആ സമയത്ത് ബൈക്കിൽ വന്നിട്ട് പടക്കേറിയ അതുപോലെ അങ്ങനത്തെ അസഭ്യം ഇതാക്കുക, നോട്ടങ്ങൾ, അങ്ങനത്തെ മോശമായ സംസാരങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന അതിൻ്റെ ബേസിലാണ് പരാതി കൊടുത്തിട്ടുള്ളത്. പോലീസിൻ്റെ സൈഡിൽ നിന്നായാലും ഇവിടുത്തെ അതോറിറ്റീസിൽ നിന്നായാലും ഒരു അനാസ്ഥ നമ്മൾ തുടക്കം തൊട്ടേ കണ്ടുവരുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ UGCക്കും ഗവർണർക്കും ഒക്കെ പെറ്റീഷൻസ് അയക്കുന്നത്. എന്നാൽ ഒപ്പിടുമ്പോൾ കാണിച്ച നിവേദനത്തിൽ കായിക വിഭാഗം വിദ്യാർത്ഥികൾ മോശമായി പെരുമാറിയെന്ന ഭാഗം ഉണ്ടായിരുന്നില്ലെന്നും അത് പിന്നീട് എഴുതി ചേർത്തതാണെന്നും ആരോപിച്ച് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ രംഗത്തെത്തി. ഞങ്ങൾ കാണിച്ചു തന്നതും ഞങ്ങളോട് കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചതും മറ്റൊരു ഇഷ്യൂ ആയിരുന്നു, ഹോസ്റ്റൽ സുരക്ഷ. പക്ഷേ അയച്ചത് കായിക വിദ്യാർത്ഥികളും റാഗിംഗ് എന്ന പേരിലാണ്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ഒരു റാഗിംഗ് ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. കായിക വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്കൊരു പ്രശ്നം അനുഭവപ്പെട്ടിട്ടില്ല. ഒപ്പ് ശേഖരണത്തിൽ തങ്ങളെ ഉൾപ്പെടുത്താത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കായിക വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരൊറ്റ കുട്ടിയുടെ സൈനും ഇതിൽ പോയിട്ടില്ല. ഈ 600 പേരുടെ ഒറ്റ സൈനും ഞങ്ങളുടെ ഇല്ല. അപ്പോൾ ഇതിന് മനസ്സിലാക്കാം ഞങ്ങൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കായിക താരങ്ങൾക്കെതിരെയാണ് ഇവർ കൊടുത്തിരിക്കണതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചീഫ് ജസ്റ്റിസിന് അയച്ച പരാതി വ്യാജമാണെന്ന് കാണിച്ച് 500ഓളം വിദ്യാർത്ഥിനികൾ ഒപ്പിട്ട പുതിയ കത്ത് VC-ക്ക് നൽകിയിട്ടുണ്ട്. മീഡിയ 1 കോഴിക്കോട്.